രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദളിത് യുവാവ് റായ്ബറേലിയിൽ വെടിയേറ്റ് മരിച്ചതിന് ശേഷം അവിടെ ആ ദളിത് യുവാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കാണാൻ പോയ സമയത്ത് മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ എന്താണ് താങ്കൾ പ്രതികരണം? അപ്പൊ ഞാൻ അതിൽ ആദ്യം പ്രതികരിച്ചെന്നും നിലവിൽ അതിൽ പ്രതികരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ലാന്നും അതിന് സമയമായിട്ടില്ലാന്നും പിന്നെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഈ ദളിത് യുവാവിന്റെ കൊലപാതകത്തിൽ നിന്നെല്ലാം വഴി മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും ദളിതരുടെ സംരക്ഷണം അത് തന്നിലൂടെ തന്നെ ഭാരതത്തിൽ നടപ്പിലാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ക്രൂരമായിട്ടുള്ള പീഡനം നടത്തുന്ന ആളുകൾക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ള തർക്കമില്ലാത്തൊരു കാര്യമില്ല. തീർച്ചയായിട്ടും അതെ. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് അവരുടെ ഘടകകക്ഷികളുടെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കുക എന്നുള്ള ഒരു ചുമതല മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യത്വത്തിനും അതുപോലെ സ്ത്രീത്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നരാധമൻ ആണ് അദ്ദേഹം എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതായ കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് എന്നും ആ കുട്ടികൾ ആരാണ് എന്ന് തെളിയിക്കാൻ മാധ്യമങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട് എന്നും ഒക്കെ കേൾക്കുന്നു. അദ്ദേഹം ഒരു മാധ്യമത്തിന്റെയും വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. തനിക്ക് കുട്ടികൾ ഉണ്ടെന്നോ തനിക്ക് കുട്ടികൾ ഇല്ലെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം ബന്ധങ്ങളും ആ ബന്ധങ്ങളിലൊക്കെ കുട്ടികൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതിനെയും യാതൊരു വിധത്തിലുള്ള മൂല്യബോധത്തോടു കൂടിയും അദ്ദേഹം സമീപിക്കുന്നില്ല എന്നല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതല്ല എങ്കിൽ അദ്ദേഹം വ്യക്തമായി പറയണം, എനിക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളില്ല, എനിക്ക് ലോകത്തെ ഒരു രാജ്യത്തും ഒരു സ്ത്രീയിലും കുട്ടികളില്ല. അദ്ദേഹം പറയുന്നില്ലല്ലോ. അപ്പോ ലോകമെമ്പാടും സഞ്ചരിക്കുകയും ലോകത്തെ പല പ്രദേശങ്ങളിലും പല സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുട്ടികളുണ്ട് എന്നുള്ള ആരോപണം വരുമ്പോൾ ആ ആരോപണത്തെ നിഷേധിക്കാതിരിക്കുകയും കണ്ടില്ല എന്ന് നടിക്കുകയും പലതും മൂടിവെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യത്വത്തോടോ സ്ത്രീത്വത്തോടോ മൂല്യങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, അതെന്താണ് എന്ന് പോലും അറിയാത്ത, ഒരു മനുഷ്യനെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകതരം ജീവിയാണ് ഇദ്ദേഹം എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മൂല്യബോധമുള്ള അല്ലെങ്കിൽ സാമാന്യ മര്യാദയും സാമൂഹ്യ ബോധവുമുള്ള ഒരു പ്രതികരണവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പ്രതികരണം ഞാനും കേട്ടിരുന്നു. അതായത് കൽക്കട്ടയിലെ മെഡിക്കൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സമയത്ത് ആ സംഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്നോട് ആ കാര്യം നല്ല ചോദിക്കേണ്ടത്, ഞാൻ അതിന് വന്ന ആളല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നത് വേറൊരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ വഴി തെറ്റിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള നിലപാടെടുക്കുമ്പോൾ ഭാരതത്തിന്റെ ഭാഗമല്ല ബംഗാൾ, അത് മമതാ ബാനർജിക്ക് ഞങ്ങൾ പകുത്തു കൊടുത്തതാണ് എന്നുള്ള വ്യംഗ്യാർത്ഥമല്ലേ അതിൽ വരുന്നത്. അപ്പോൾ ബംഗാളിൽ ഒരു കാര്യം നടന്നാൽ അതിൽ ഞാൻ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കുള്ളയാള്, ദേശീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ഞാൻ പ്രതികരിക്കേണ്ടതില്ല. അതിനേക്കാൾ വലിയ വിഷയം വേറെയാണ്, എന്നെ വഴിതിരിച്ചു വിടരുത് എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദപരമായ, എത്ര ജനാധിപത്യ വിരുദ്ധമായ, എത്രമാത്രം മാനുഷിക മൂല്യങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത, എത്ര കാടത്തം നിറഞ്ഞ ഒരു പ്രതികരണമാണ് അയാളിൽ നിന്നുണ്ടായിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, ദേശീയ പാർട്ടിയുടെ നേതാവാണ്. എന്തായാലും ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രതികരണം പാർട്ടിക്കെതിരെയും അദ്ദേഹത്തിനെതിരെയും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി അധികാരത്തിലെത്തിയതിനു ശേഷം മുതൽക്കേ തന്നെ നിരവധി ആക്രമണങ്ങൾ, അത് വലിയ തരത്തിൽ നേരിട്ട ഒരു പാർട്ടിയാണ് കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന CPM. ഇപ്പോ കോൺഗ്രസിന്റെ കൂടെയാണ് ബംഗാളിലടക്കം മത്സരിക്കുന്നത്. ഈ തൃണമൂലിന്റെ കൂടെ കൂടുമോ എന്നറിയില്ല. പക്ഷെ അവരുടെ അടക്കം ഒരുപാട് പ്രവർത്തകർ കൊല ചെയ്തിട്ടു. ഇത് പിന്നീട് അത് BJP-യിലേക്ക് മാറി ഈ ഒരു ആക്രമണം. കഴിഞ്ഞ വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുപോലെ വലിയ തരത്തിലുള്ള ഒരു ആക്രമണം നടത്തി ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു രംഗമൊക്കെ കണ്ടു. അപ്പോ ഇത് ഈ പറയുന്ന ഇതുപോലുള്ള അക്രമങ്ങളിൽ ബംഗാൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചിരിക്കുക അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, ഇത് എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? ഇതാണോ ഗുണ്ടരാജ്? അതായത് ഭരണം നിലനിർത്തണമെങ്കിൽ രണ്ട് തരത്തിൽ ഭരണം നിലനിർത്താം. ഒന്ന് സദ്ഭരണം നടത്തുക, എന്നിട്ട് ജനപിന്തുണയോടുകൂടി അധികാരത്തിലിരിക്കുക. സദ്ഭരണം നടത്തി ജനപിന്തുണ ആർജിക്കാൻ കഴിയാത്തവര് ഏകാധിപതികളായി മാറും. എന്നിട്ട് അവർ ചെയ്യുന്നത് ഭരണ സംവിധാനത്തെ മുഴുവൻ ഗുണ്ടാവൽക്കരിക്കും. അതായത് തനിക്കെതിരെ, തന്റെ പാർട്ടിക്കെതിരെ, തന്റെ ഗവൺമെന്റിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ പോലീസ് സംവിധാനങ്ങളെയും ഭരണകൂടത്തെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട്
പാരൽ ഗുണ്ടാരാജ് സ്വകാര്യ സേനകളെ രംഗത്തിറക്കിക്കൊണ്ട് അവരവരെ അടിച്ചൊതുക്കും, എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കും. ഇത് കമ്മ്യൂണിസ്റ്റ് ഭീകര രാജ്യങ്ങളിലും ആഫ്രിക്കയിലെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ ഭീകര രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനമാണ് ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം അനുവദിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും മമതയെ അധികാരത്തിൽ എത്തിച്ചത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ആ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ സംസ്ഥാനത്തെ ജനങ്ങൾ പൊറുതിമുട്ടിക്കഴിയുമ്പോൾ ജനാധിപത്യപരമായ മാർഗത്തിൽ തന്നെ തിരിച്ചടിക്കും. ആ കാര്യത്തിൽ നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ മമതാ ബാനർജിയുടെ ലൈൻ എന്ന് പറയുന്നത് ഏകാധിപതിയുടെ ലൈനാണ്. എങ്ങനെയാണോ പണ്ട് ഒരു കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറായത്, അതേപോലെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോടതി, പോലീസ്, ക്രമസമാധാനം ഇതെല്ലാം ഗുണ്ടകളെ ഏൽപ്പിച്ചുകൊണ്ട് ശരിക്കും ഒരു ഗുണ്ട രാജ്ഞിയായിട്ടാണ് ഇന്ന് മമതാ ബാനർജി ബംഗാൾ ഭരിക്കുന്നത്. അപ്പോൾ ഭീകര രൂപണിയായിട്ടുള്ള ഒരു ഗുണ്ട രാജാണ്, ആ രാജ്ഞിയാണ് ഇന്ന് ബംഗാളിൽ അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ജനാധിപത്യത്തെ തടവിലിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡുകൾ, റേഷൻ കാർഡുകൾ, തിരിച്ചറിയൽ കാർഡുകൾ എന്നിവ പാർട്ടി ഓഫീസിൽ വാങ്ങി വെച്ചുകൊണ്ട് പാർട്ടി അടിമകളാക്കി സാധാരണ ജനങ്ങളെ മാറ്റുന്ന ഒരു പതിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി വെച്ചിരുന്നു. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു അവിടുത്തെ രീതി. അപ്പോൾ അവർക്ക് റേഷൻ കാർഡില്ല, അതുപോലെ തന്നെ അവർക്ക് തിരിച്ചറിയൽ കാർഡില്ല, അവർക്ക് വോട്ടേഴ്സ് ഐ ഡി ഇല്ല, അവർക്ക് ബാങ്ക് ഐഡന്റിറ്റി കാർഡില്ല, അവർക്ക് ATM കാർഡില്ല, അവർക്ക് പാൻ കാർഡില്ല, ആധാർ കാർഡില്ല. ഈ കാർഡെല്ലാം പാർട്ടി ഓഫീസിൽ സറണ്ടർ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന പക്ഷം പാർട്ടി ഓഫീസിൽ നിന്ന് ഇയാളുടെ കാർഡും എടുത്തുകൊണ്ട് പാർട്ടി പ്രതിനിധികൾ പോയി കാര്യം നടത്തി കൊടുക്കും. തിരിച്ച് കാർഡ് കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമുക്ക് അതേപടി കോപ്പി ചെയ്യുകയാണ് മമതാ ബാനർജിയുടെ ഗവൺമെന്റും ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു ബംഗാളില് ക്രൂര ഭീകര ഭരണം നടത്തിയിരുന്നത്, അതേ ആൾക്കാരെ ഉപയോഗിച്ച് അവരെ സ്വന്തം പാർട്ടിയിലേക്ക് ചേർത്ത് അതേ സിസ്റ്റം ഇന്ന് ഇവരവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ തടവിലിട്ടുകൊണ്ടുള്ള ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു പ്രതികരണം ഉണ്ടായേ പറ്റൂ. പൊറുതിമുട്ടുമ്പോൾ ജനങ്ങൾ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ ബംഗാൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാർ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ ഇലക്ഷന്, പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് മണിപ്പൂര് വലിയ തരത്തിൽ കലാപവും സംഘർഷവും ഒക്കെ ഉണ്ടായപ്പോൾ അതിൽ മണിപ്പൂര് ചെന്ന് ഈ കലാപത്തിൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അത് ആ സംഘർഷത്തിനിരയായ ആളുകളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി ചെന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ബംഗാളിലെ ഇതുപോലെ ക്രൂരമായിട്ട് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തെ കാണാനായിട്ട് പോകാത്തതിന്റെ പ്രധാന കാരണം? അത് തന്റെ ഘടകകക്ഷിയായിട്ടുള്ള തന്റെ പാർട്ടിയെ താങ്ങി നിർത്തിയിരിക്കുന്ന മമതാ ബാനർജിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ബംഗാളിലെ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ തന്നെ പാർലമെന്റിലും രാജ്യത്തും താങ്ങി നിർത്തിയിരിക്കുന്ന മമതാ ബാനർജിയെ എതിർക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ദുഷ്പ്രവൃത്തികളെ മുഴുവൻ വെള്ളപൂശുന്നതിന് വേണ്ടിയും ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ ബംഗാളിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള മട്ടിലാണ് രാഹുൽ ഗാന്ധി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കേരളത്തിലാണെങ്കിൽ പോലും കേരളത്തിലെ അറിയപ്പെടുന്ന പല ചാനലുകളിലും അതുപോലെ പത്രങ്ങളിലും ബംഗാളിൽ ഒരു പ്രശ്നവുമില്ല എന്ന് ബംഗാളികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ശൈലിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. വാർത്തകൾ കൊടുക്കുന്നതും ആ വിധത്തിലാണ്. എന്ന് പറയും പോലെ ബംഗാളിൽ ഒരു പ്രശ്നവുമില്ല, പ്രശ്നമെല്ലാം BJP ഭരിക്കുന്നിടത്ത് മാത്രമാണ് എന്നുള്ള ഒരു പുതിയ നറേഷൻ, ആ ഒരു നറേറ്റീവ്, അതാണ് കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിന് പിന്തുണ കൊടുക്കാൻ അവരുടേതായിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ ആടിനെ പട്ടിയാക്കുന്നത് പോലെ കണ്ണിൽ പൊടിയിട്ട് മയക്കാം എന്നുള്ള ഒരു വ്യാജ മോഹമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉപദേശവും അതാണ്. അപ്പൊ മമതാ ബാനർജിയുടെ അടിമയാണ് രാഹുൽ ഗാന്ധി. മമതാ ബാനർജി ഒരു പൂച്ചയോ അല്ലെങ്കിൽ പട്ടിയെ വളർത്തുന്ന പോലെ വളർത്തുന്ന ഒരു പപ്പുമോനായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്, ദേശീയ പാർട്ടിയുടെ നേതാവാണ് എന്നുള്ളതൊക്കെ മറന്നുപോയി
കൂട്ടിലടച്ച പട്ടിക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയെ പോലെ രാഹുൽ ഗാന്ധി ഇന്ന് മമതാ ബാനർജിയുടെ അടിമയായിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രഖ്യാപിത തെളിവാണ് ഇന്ന് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന നിലപാട്.